പലപ്പോഴും പലയിടത്തു നിന്നും വാർത്തകൾ കേൾക്കുമ്പോൾ, പ്രത്യേകിച്ച് മുങ്ങിമരണങ്ങളെക്കുറിച്ചും പുഴയിൽ മുങ്ങി മരിച്ചതിനെക്കുറിച്ചുമുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായി ആളുകൾക്ക് വരുന്ന ഒരു വാർത്ത തന്നെയാണ് സുഹൃത്തിനെ രക്ഷിക്കാൻ മറ്റൊരു സുഹൃത്ത് പോകുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം. ഒരു സുഹൃത്ത് മുങ്ങിത്താഴാൻ പോയപ്പോൾ തന്നെ മറ്റൊരു സുഹൃത്ത് രക്ഷിക്കാൻ പോവുകയും രണ്ട് സുഹൃത്തുക്കളും മരിക്കുകയും രക്ഷിക്കാൻ പോയ സുഹൃത്ത് മരിക്കുകയും ചെയ്യുന്ന വാർത്ത ഒരുപാട് മുൻപ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരാൾ മുങ്ങിത്താഴാൻ പോകുമ്പോൾ ഒരുപാട് പേരുടെ സഹായം ചോദിക്കണമെന്നും കുട്ടികൾ ഒറ്റയ്ക്ക് അതിന് ശ്രമിക്കരുതെന്നും അത് സാധിക്കില്ല എന്നൊക്കെ എല്ലാവരും പൊതുവെ പറയുന്നത് എന്നതാണ് സത്യം. മൈസൂരിൽ നിന്നാണ് ഈ വാർത്ത വരുന്നത്. കാവേരി നദിയിലാണ് സംഭവം ഉണ്ടായത്. കാവേരി നദിയിലേക്ക് വീണ സുഹൃത്തിനെ രക്ഷിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട മലയാളി വിദ്യാർത്ഥിനിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. ആ മലയാളി വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്താൻ തിരച്ചിൽ ഒരുപാട് വേണ്ടി വന്നു. നീന്തൽ അറിയാത്ത സുഹൃത്തല്ല, പക്ഷേ ഒഴുക്കിൽപ്പെട്ടത് സുഹൃത്തിനെ കണ്ടപ്പോൾ തന്നെ രക്ഷിക്കാൻ ചാടുകയല്ലാതെ മറ്റൊരു മാർഗവും ആ കുട്ടിയുടെ മുൻപിലില്ലായിരുന്നു. എന്നാൽ സ്വന്തം ജീവൻ പോലും പണയം പെടുത്തി ആ ഒരു സമയത്ത് തൻ്റെ സുഹൃത്തിന് വേണ്ടി ചാടാൻ കാണിച്ച അവൻ്റെ ധീരനായ മനസ്സിനെ തന്നെയാണ് എല്ലാവരും ഈ ഒരു സമയം പ്രശംസിക്കുന്നത്. വയനാട് കാര്യമ്പാടി ചെല്ലച്ചിക്കൽ വീട്ടിൽ ഷാജഹാന്റെ മകൻ മുഹമ്മദ് ഷബ്നാസ് ആണ് ശ്രീരംഗപട്ടണയിൽ തന്നെ കാവേരി നദിയിൽ ഒഴുക്കിൽപ്പെട്ടത്. 21 വയസ്സായിരുന്നു ഈ പറയുന്ന മുഹമ്മദ് ഷബ്നാസിന്. അദ്ദേഹം സുഹൃത്തുക്കളുമായി കളിച്ചു ചിരിച്ച് പോയിരുന്ന ആ ഒരു സമയം വളരെ പെട്ടെന്നായിരുന്നു പ്രതീക്ഷിക്കാത്ത ഒരു ഒഴുക്കുണ്ടായത്. ആ ഒഴുക്കിൽപ്പെട്ട തൻ്റെ സുഹൃത്ത് മുങ്ങി താഴുന്നത് കണ്ട് സഹിക്കാനാകാതെ സ്വന്തം ജീവൻ പോലും പണയം വെച്ചായിരുന്നു ശരിക്കും പറഞ്ഞാൽ മുഹമ്മദ് ഷബ്നാസ് അവിടേക്ക് എടുത്തു ചാടിയത്. മൈസൂരു ബന്നൂർ റോഡിലെ നടനഹള്ളി വിദ്യാവികാസ് ലോ കോളേജിൽ LLB 3ാം വർഷ വിദ്യാർത്ഥിയാണ് ഈ 21 വയസ്സുകാരൻ മുഹമ്മദ് ഷബ്നാസ്. സുഹൃത്തുക്കൾക്കൊപ്പം ചൊവ്വാഴ്ച വൈകിട്ടാണ് ഷബ്നാസ് അരിക്കര ചെക്ക് ഡാം പരിസരത്ത് എത്തിയത്. പോലീസും അഗ്നിരക്ഷാ സേനയും കൽപ്പറ്റയിൽ നിന്നുള്ള തുർക്കി ജീവൻ രക്ഷാസമിതി പ്രവർത്തകരും ചേർന്ന് നടത്തിയ തിരച്ചിലിലാണ് അവസാനം അദ്ദേഹത്തിൻ്റെ മൃതദേഹം ലഭിച്ചത്. മൃതദേഹം കണ്ടെത്തി പിന്നീട് എല്ലാവരും നിശബ്ദരായി പോവുകയായിരുന്നു എന്ന് പറയാം. മൈസൂരു KR മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയി. മാതാവിൻ്റെ പേര് നജ്മത്ത് എന്നാണ്. ശരിക്കും പറഞ്ഞാൽ വളരെയധികം പ്രതീക്ഷകളോടെ ഇവിടെ പഠിക്കാൻ വന്നൊരു വിദ്യാർത്ഥിയാണ്. അത്രയും ദൂരത്ത് നിന്ന് പഠിക്കാൻ വരുമ്പോൾ തന്നെ വീട്ടുകാർക്കൊക്കെയും വലിയ പ്രതീക്ഷകളായിരുന്നു. ആ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ പ്രാപ്തനായി ആ മകൻ തിരിച്ചു വരുമെന്ന വിശ്വാസത്തിലായിരുന്നു ആ അമ്മയും അച്ഛനും. എന്നാൽ തൻ്റെ സുഹൃത്ത് ഒഴുക്കിൽപ്പെടുന്നത് കണ്ട് സഹിക്കാനാകാതെ അവനെ രക്ഷിക്കാൻ പോയ മറ്റൊരു സുഹൃത്താണ് അപകടത്തിൽപ്പെട്ടതെന്ന് അറിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സുഹൃത്തുക്കൾ തമ്മിലുള്ള സ്നേഹം തന്നെയാണ് മനസ്സിലാവുന്നത്. നമ്മുടെ സ്വന്തം അച്ഛനോ അമ്മയോ തന്നെയാണെങ്കിലും അവരുടെ ജീവൻ രക്ഷിക്കാൻ നമ്മുടെ ജീവൻ കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നവർ വളരെ കുറവ് തന്നെയായിരിക്കും. അങ്ങനൊരു സാഹചര്യം നിൽക്കുമ്പോൾ മാത്രമാണ് സുഹൃത്തുക്കളുടെ വില ഇങ്ങനത്തെ അവസ്ഥയിൽ കൂടുതലും മനസ്സിലാകുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.